ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം. ചോരക്കുഞ്ഞായതിനാലും മൃതദേഹം 4 ദിവസം മണ്ണിനടിയിൽ കിടന്നതിനാലും എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല. റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ആലപ്പുഴയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കേസിൽ അറസ്റ്റിലായ ഡോണ ജോജി, കാമുകൻ തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവർ റിമാൻഡിലാണ്. പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കാത്ത യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോണ രാജസ്ഥാനിൽ നിന്ന് ഫോറൻസിക് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഹോട്ടൽ മാനേജ്മെന്റിന് പഠിച്ചിരുന്ന തോമസ് ജോസഫിനെ പരിചയപ്പെടുന്നത്. 2 വർഷത്തിലധികമായി പ്രണയത്തിലാണ്. ഇരുവരുടെയും വിവാഹം വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിച്ചതുമാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു. കാരണം പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ അതിന് വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു. ജുവനൈൽ ജസ്റ്റിസിന് പുറമെ കുറ്റകൃത്യം മറച്ചുവെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം വേണ്ടി വന്നാൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കും. പാണാവള്ളി സ്വദേശിനിയായ യുവതി രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് കുറ്റകൃത്യം പുറം ലോകമറിയാൻ കാരണം. ആരുമറിയാതെ വീട്ടിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കാമുകന് കൈമാറി. ഇയാളും സുഹൃത്തും ചേർന്ന് മൃതദേഹം തകഴി കുന്നുമയിലെ ഒരു പാടശേഖരത്തിന്റെ ബണ്ടിൽ കുഴിച്ചിടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.